ഒന്നാം പിണറായി ഗവൺമെൻറ്റും അതുപോലെ രണ്ടാം പിണറായി ഗവൺമെൻറ്റും അധികാരത്തിൽ വന്നതിന് ശേഷം കിഫ്ബി പദ്ധതിയിലൂടെ ഒത്തിരിയേറെ വികസന പ്രവർത്തനങ്ങളാണ് ദേവികുളം നിയോജക മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പദ്ധതി ആരംഭിച്ചതിന് ശേഷം നമ്മുടെ മണ്ഡലത്തിൽ ചില സ്കൂളുകളെല്ലാം ഹൈടെക് നിലവാരത്തിൽ ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് കുഞ്ചിത്തണ്ണി ഹയർ സെക്കൻഡറി സ്കൂൾ. 5 കോടി രൂപയാണ് കിഫ്ബി പദ്ധതിയിൽ നിന്ന് ഇതിനുവേണ്ടി പണം മാറ്റിവെച്ച് പണികൾ പൂർത്തീകരിച്ച് അത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന് അടിമാലി ഹൈസ്കൂളിൽ 3 കോടി രൂപയാണ് ഗവൺമെൻറ് അനുവദിച്ചത്. അതും പണികൾ പൂർത്തീകരിച്ചു. മറ്റൊന്ന് മറയൂരിലുള്ള ഹയർ സെക്കൻഡറി സ്കൂളിൽ ലാബ് കെട്ടിടത്തിന് വേണ്ടി 1 കോടി രൂപ ഗവൺമെൻറ് അനുവദിച്ച് അതിൻ്റെ പണികളും പൂർത്തീകരിച്ചിട്ടുണ്ട്. മറ്റു മണ്ഡലങ്ങളുമായി ചേർന്നുകൊണ്ട് നടപ്പിലാക്കുന്നത് ഇപ്പോൾ KCBയുടെ ഒരു പദ്ധതി 372 കോടി രൂപയാണ് അതിനു വേണ്ടിയിട്ട് ചെലവ് ചെയ്ത് പണികൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. രണ്ട് പ്രധാനപ്പെട്ട പദ്ധതികൾക്ക് വേണ്ടി ഈ മണ്ഡലത്തിൽ പണം അനുവദിച്ചിരുന്നു. ഒന്ന് മൂന്നാറിൽ ഒരു ഫ്ലൈ ഓവറിന് വേണ്ടിയിട്ട് ഈ ഗവൺമെൻറ് 75 കോടി രൂപയാണ് അനുവദിച്ചത്. അതിൻ്റെ അലൈൻമെൻറ്റ് 2-3 തവണകൾ മാറ്റേണ്ടി വന്നു. അലൈൻമെൻ്റ് എല്ലാം മാറ്റി ഇപ്പോൾ അപ്രൈസൽ സ്റ്റേജിലാണ്. ആ പാലത്തിൻ്റെ പണിയും കൂടെ പൂർത്തീകരിക്കുന്നതോടുകൂടി മൂന്നാറിൻ്റെ വികസനത്തിന് വലിയൊരു മാറ്റം അത് ഉണ്ടാക്കുമെന്നതിനുള്ളിൽ യാതൊരു സംശയവുമില്ല. മറ്റൊന്ന് ഒരു വിനോദസഞ്ചാര മേഖലയാണ് മൂന്നാർ. അതുപോലെ ഒത്തിരി തോട്ടം മേഖലയും ആദിവാസി സഹോദരങ്ങളടക്കം താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ ഒരു നല്ലൊരു ആശുപത്രി വേണം. അതിനു വേണ്ടിയിട്ട് 75 കോടി രൂപയാണ് കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചിട്ടുള്ളത്. സ്ഥലം കിട്ടുന്നതിനുമായി ബന്ധപ്പെട്ടുള്ള ചില തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. 75 കോടി രൂപയുടെ ഒരു സ്പെഷ്യാലിറ്റി ആശുപത്രി മൂന്നാറിൽ പണിയുമ്പോൾ ഉറപ്പായിട്ടും മൂന്നാറിൻ്റെ ഒരു മുഖച്ഛായ മാറ്റുന്നതിനും അവിടെ ഉള്ള ആളുകൾക്ക് ഈ ആരോഗ്യ മേഖലയിലുള്ള ഇപ്പോഴത്തെ കുറവുകളെല്ലാം ഒന്ന് പരിഹരിക്കപ്പെടും എന്നുള്ളതാണ്. അതോടൊപ്പം മറ്റു മണ്ഡലങ്ങളുമായി ചേർന്നുകൊണ്ട് നമ്മുടെ മണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള ചില റോഡുകൾ, ഇപ്പോൾ ഉടുമ്പൻചോലയിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു റോഡ് 176 കോടി രൂപയാണ്. ഉടുമ്പൻചോലയിൽ ആരംഭിച്ച് ദേവികുളം നിയോജക മണ്ഡലത്തിൽ 2-ാം മൈലിലാണ് ഈ റോഡ് അവസാനിക്കുന്നത്. ഏകദേശം 95% വർക്കുകളും ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ബാലൻസുള്ള വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ റോഡ് വന്നതോടുകൂടി ഈ പ്രദേശത്തിൻ്റെ ഒരു മുഖച്ഛായ തന്നെ വലിയ രീതിയിൽ മാറ്റമുണ്ടായി. മറ്റൊന്ന് എല്ലക്കല്ലിൽ നിന്ന് ഇരുട്ടുകാനം വരെയുള്ള റോഡ് മലയോര ഹൈവേയുടെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ പണികൾ ആരംഭിക്കാൻ പോകുന്നത്. മലയോര ഹൈവേ നമ്മുടെ മണ്ഡലത്തിൽ മറ്റ് സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇപ്പോൾ അടുത്ത ഘട്ടം എന്നുള്ള നിലയ്ക്ക് എല്ലക്കല്ലിൽ നിന്ന് കുഞ്ചത്തൻ വഴി അതുപോലെ ഇരുട്ടുകാനം വരെയുള്ള ഈ റോഡ് നമ്മൾ യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ്.
മറ്റൊന്ന് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഈ ഗവൺമെൻറ് രണ്ടാം പിണറായി ഗവൺമെൻറ് വന്നതിന് ശേഷം 2022 ഇതിൻ്റെ ഭരണാനുമതി ലഭിക്കുന്നത് 12.5 കോടി രൂപയാണ്. 12.5 കോടി രൂപ ഈ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ ആളുകൾ എത്തിച്ചേരുന്ന ഒരു ആശുപത്രിയാണ്. ഈ ആശുപത്രിയിൽ എത്തിച്ചേർന്ന ആളുകൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി 12.5 കോടി രൂപയുടെ പണികളെല്ലാം പൂർത്തീകരിച്ച് ഇപ്പോൾ ഉദ്ഘാടനത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. അതുപോലെ മൂന്നാർ ഗവൺമെൻറ് കോളേജ് 2019 പ്രളയത്തിൽ തകർന്നു പോയതാണ്. പിന്നീട് പുതിയൊരു സ്ഥലം കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള താമസങ്ങൾ മാത്രമാണ്. ഇപ്പോൾ സ്ഥലം കണ്ടെത്തി റവന്യൂ വകുപ്പ് സ്ഥലം വിട്ടുതരാമെന്ന് പറഞ്ഞു. അതുപോലെ DTPC അവരുടെ കയ്യിലുള്ള സ്ഥലം വിട്ടുതരാമെന്ന് പറഞ്ഞു. 20 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് ഈ ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ കിഫ്ബി പദ്ധതിയിലൂടെ നമ്മുടെ മണ്ഡലത്തിൽ സമഗ്രമായിട്ടുള്ളൊരു വികസനമാണ് നടന്നിട്ടുള്ളത്. ഇനിയും നടത്തേണ്ട പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് നമുക്ക് നടത്തി തീർക്കാൻ കഴിയുമെങ്കിൽ ഒരു ദേവികുളം മണ്ഡലത്തിൽ ഒത്തിരിയേറെ വികസന പ്രവർത്തനങ്ങൾ നടന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. രജത ജൂബിലിയിൽ കിഫ്ബി ഉറപ്പാക്കുന്നു ധനലഭ്യത, ഗുണനിലവാരം, സമയക്രമം.